ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ നൈജീരിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് ബോല അഹമ്മദ് തിനൂബുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. കേരളത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. ആയുഷ്മാൻ വയവന്ദന കാർഡിൽ 3 ആഴ്ചയ്ക്കകം 10 ലക്ഷത്തിലധികം മുതിർന്ന പൌരന്മാർ അംഗങ്ങളായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനൂബുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അബുജയിൽ കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് ശ്രീ മോദി നൈജീരിയയിൽ എത്തിയത്. കഴിഞ്ഞ 17 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം വിലയിരുത്തുന്ന നേതാക്കൾ നിരവധി ഉടമ്പടികളിലും ഒപ്പുവെക്കുമെന്നാണ് സൂചന. തുടർന്ന് 2 ദിവസത്തെ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിയൻ നഗരമായ റിയോ ഡി ജനീറോയിലേക്ക് നാളെ തിരിക്കും. ഉച്ചകോടിയുടെ ഭാഗമായി നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 19 മുതൽ 21 വരെ ശ്രീ മോദി ഗയാനയും സന്ദർശിക്കും. നൈജീരിയയിലെ മറാത്തി സമൂഹം അവരുടെ സംസ്കാരത്തോടും പൈതൃകത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മറാത്തിക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതിൽ നൈജീരിയയിലെ മറാത്തി സമൂഹം സന്തോഷം പ്രകടിപ്പിച്ചതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിൽ അണിചേർന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. അമ്മയോടുള്ള ബഹുമാനാർത്ഥം ഒരു മരം നട്ടുപിടിപ്പിക്കാനും സുസ്ഥിരമായ ഒരു ഗൃഹത്തിന് സംഭാവന നൽകാനും കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പ്രചാരണം ഊർജിതം. NDA, INDI സഖ്യ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ പൊതുയോഗത്തിൽ പങ്കെടുത്ത മുതിർന്ന BJP നേതാവ് അമിത്ഷാ ഗോത്രവർഗ വിഭാഗങ്ങളെ വോട്ട് ബാങ്കുകളായി മാത്രമാണ് ഹേമന്ത് സോറൻ സർക്കാർ കണ്ടിരുന്നതെന്ന് ആരോപിച്ചു. അതേസമയം ഝാർഖണ്ഡിനോട് ചിറ്റമ്മ നയമാണ് BJP പുലർത്തുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. മഹാരാഷ്ട്രയിൽ BJP പ്രവർത്തകരുമായി ഓൺലൈൻ ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹായുതി സർക്കാരിന്റെ കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണെന്ന പ്രതീക്ഷ പങ്കുവച്ചു. അതേസമയം മഹാരാഷ്ട്രയിലെ നിലവിലെ ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതികളിൽ BJPക്കും കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. മഹാരാഷ്ട്രയിലെയും ഝാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ താരപ്രചാരകർ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. BJP അധ്യക്ഷൻ JP നഡ്ഡയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും കമ്മീഷൻ പ്രത്യേകം കത്തയക്കുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കകം ഇരു പാർട്ടികളും ഔദ്യോഗികമായി വിശദീകരണം നൽകണം. കേരളത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ കൊട്ടിക്കലാശത്തിലേക്ക്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിന്റെ ഇന്നത്തെ കണ്ണാടി, ഒലവക്കോട്, സുൽത്താൻപേട്ട തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഇന്നലെ മേപ്പറമ്പ്, മാത്തൂർ, കൊടുന്തിരപ്പള്ളി യോഗങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വൈകിട്ട് കിണാശ്ശേരിയിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും ഇന്ന് മണ്ഡലത്തിൽ എത്തും. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട്, പിരായിരി മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത്. സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികൾക്ക് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നേതൃത്വം നൽകും. 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന ആയുഷ്മാൻ വയവന്ദന കാർഡിനായി 10 ലക്ഷത്തിലധികം മുതിർന്ന പൌരന്മാർ എൻറോൾ ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിൽ 4 ലക്ഷത്തോളം പേർ സ്ത്രീകളാണെന്നും മന്ത്രാലയം അറിയിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിലെ കണക്കാണ് ഇത്. പദ്ധതി ആരംഭിച്ചതു മുതൽ 9 കോടിയിലധികം രൂപയുടെ ചികിത്സകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള 4800-ലധികം മുതിർന്ന പൌരന്മാർക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു.
PM ആയുഷ്മാൻ ഭാരത് മിഷന്റെ കീഴിലുള്ള സൌജന്യ ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ പദ്ധതി ഉറപ്പാക്കുന്നു. മണിപ്പൂരിൽ ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തൌബൽ, കാച്ചിങ്, ബിഷ്ണുപൂർ എന്നിവിടെ ഉൾപ്പെടെ 5 താഴ്വര ജില്ലകളിൽ അനിശ്ചിതകാലത്തേക്ക് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തി. വ്യാജ പ്രചാരണങ്ങളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനായി 7 ജില്ലകളിലെ ഇന്റർനെറ്റ് സേവനങ്ങളും 2 ദിവസത്തേക്ക് നിർത്തിവച്ചു. കഴിഞ്ഞ ദിവസം ജിരിബാം ജില്ലയിൽ ആയുധധാരികൾ ബന്ദികളാക്കിയ 3 പേരുടെ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തി. പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളടക്കം 6 പേരെ തിങ്കളാഴ്ച ആയുധധാരികൾ ബന്ദികളാക്കിയിരുന്നു. മണിപ്പൂരിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണിപ്പൂരിൽ ക്രമസമാധാന സ്ഥിതി ദുർബലമാണ്. കാര്യക്ഷമമായ അന്വേഷണത്തിനായി സുപ്രധാന കേസുകൾ NIAയ്ക്ക് കൈമാറി. സുരക്ഷാ സേനയുമായി സഹകരിക്കണമെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഓടി രക്ഷപ്പെട്ട കുറുവ സംഘത്തിലെ ഒരാളെ മണിക്കൂറുകൾ നടത്തിയ തിരച്ചിലിന് ശേഷം പിടികൂടി. തമിഴ്നാട് സ്വദേശി സന്തോഷാണ് കുണ്ടന്നൂരിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. കുറുവ സംഘത്തിലെ 2 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സ്ത്രീകളടങ്ങുന്ന സംഘം പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സന്തോഷ് രക്ഷപ്പെട്ടത്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത പകൽ ഹർത്താൽ ആരംഭിച്ചു. അവശ്യ സർവീസുകളെയും വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹം നേരിടുന്ന വെല്ലുവിളിയാണ് വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളുടെ പ്രചാരണവുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ദേശീയ പത്രദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. Since the platforms do not verify whatever is posted on those platforms, who will take the responsibility for the content which is published on the platform? It is well known today that many riots, including some in the developed world, many acts of terrorism, many in the rich world, and interference in democratic processes. Such instances have occurred because the platforms shied away from the responsibility for the culprit. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. ബീഹാറിലെ രാജ്ഗീർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. ടൂർണമെന്റിലെ കഴിഞ്ഞ 4 മത്സരങ്ങളും ജയിച്ച ഇന്ത്യയ്ക്ക് നിലവിൽ 12 പോയിന്റുണ്ട്. ഇന്ന് നടക്കുന്ന മറ്റ് മത്സരങ്ങളിൽ ചൈന ദക്ഷിണ കൊറിയയെയും മലേഷ്യ തായ്ലൻഡിനെയും നേരിടും. 2006 ശേഷം ATP ഫൈനൽസ് കിരീട പോരാട്ടത്തിന് യോഗ്യത നേടുന്ന ആദ്യ അമേരിക്കൻ താരമായി ടൈലർ ഫ്രിറ്റ്സ്. ഇറ്റലിയിലെ ടൂറിനിൽ നടന്ന സെമിയിൽ ലോക 2ാം നമ്പർ താരം അലക്സാണ്ടർ സ്വെരവിനെയാണ് ടൈലർ കീഴടക്കിയത്. ഇറ്റാലിയൻ താരം യാനിക് സിന്നറാണ് കലാശ പോരാട്ടത്തിൽ ടൈലറിന്റെ എതിരാളി. 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ അന്താരാഷ്ട്ര ജൂറി അധ്യക്ഷനായി ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ അശുതോഷ് ഗോവാരിക്കറിനെ നിയമിച്ചു. ജോധ അക്ബർ, ലഗാൻ, സ്വദേശ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനാണ് അദ്ദേഹം. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 ചൊവ്വാഴ്ച യുഎസിലെ കേപ്പ് കാനവറിൽ നിന്ന് വിക്ഷേപിക്കും. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ആണ് വിക്ഷേപണം നടത്തുന്നതെന്ന് ISRO മേധാവി S സോമനാഥ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ നൈജീരിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് ബോല അഹമ്മദ് തിനൂബുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. കേരളത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. ആയുഷ്മാൻ വയവന്ദന കാർഡിൽ 3 ആഴ്ചയ്ക്കകം 10 ലക്ഷത്തിലധികം മുതിർന്ന പൌരന്മാർ അംഗങ്ങളായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.